അജുമാർ സാറിന്റെ വീടല്ലേ? അതെ. സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ആരാ? സാറിന്റെ സഹപ്രവർത്തന്റെ മകനാ. ഞാൻ വല്യച്ഛനോട് പറയാം. ആ മോനെ. വല്യച്ഛനകത്തേക്ക് വരാൻ പറഞ്ഞു. ആ വരാം. അങ്കളെ, ഞാൻ വസുദേവാണ്. വസുദേവ് രജീഷിന്റെ മകൻ. സർപ്രൈസ്. അങ്കളിന് സുഖാണോ? സുഖം, പരമസുഖം. പെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു. ഇത് ബെന്നിച്ചേട്ടൻ, അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ്. സാറിനെ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ട് സാറേ. രജീഷ് ചേട്ടൻ എനിക്കൊരു കൂടപ്പിറപ്പിനെ പുലിയായിരുന്നു. അവൻ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. വസുദേവനെ ഞാൻ അവസാനമായിട്ട് കണ്ടത് രജീഷിന്റെ മരണാനന്തര ബഹുമതിയായിട്ട് ബന്ധപ്പെട്ട. വസുദേവ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അന്ന് ചേച്ചിയോടെ ഞാനും ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ സാറിനെ അതായിട്ട് കാണുന്നത്. ഇപ്പൊ ചെറുതായിട്ട് എനിക്ക് ഓർമ്മ വരും. കാലങ്ങളൊക്കെ എത്ര പെട്ടെന്നല്ല ഓടിപ്പോകുന്നു. അമ്മയൊക്കെ സുഖമായിരിക്കുന്നോ? ആങ്കളെ സുഖമായിട്ടിരിക്കുന്നു. സത്യത്തിൽ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകൻ എന്നെ തേടി വരുന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഒന്ന് കാണാനെങ്കിലും പറ്റിയില്ല. സത്യത്തിൽ ഞാനിവിടെ വന്നത് അങ്കളുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാറിനെ വന്ന് കാണണം. സന്തോഷം. എന്തോ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ ശുഭസൂചനയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കളെ, എനിക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടി. ഓ, വാട്ട് എ ഗ്രേറ്റ് ന്യൂസ്. അടുത്ത ആഴ്ച ട്രെയിനിങ് തുടങ്ങുകയാണ്. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. നന്നായി വരും. പട്ടാളത്തിൽ ചേരാൻ ഇവന് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് കാണുമ്പോൾ ഞാനൊരു മോട്ടിവേഷൻ കൊടുക്കും. അച്ഛൻ്റെ ആഗ്രഹം ഇതായിരുന്നു എന്ന്, അത്ര മാത്രം. അതെന്തായാലും നന്നായി. അച്ഛനെ പോലെ ധീരനായിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ്. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അങ്കളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? താൻ ചോദിക്കടോ. അന്ന് നടന്ന അറ്റാക്കിനെ കുറിച്ച് എനിക്ക് വായിച്ചേർവേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ആരോടൊന്നും ചോദിച്ചിട്ടില്ല. അന്ന് എന്താണ് സംഭവിച്ചത്? വെസ്റ്റ് ബംഗാളിലെ സോനാജരി കാടിനടുത്താണ് ഞങ്ങൾക്കന്ന് പോസ്റ്റ്. വനാതിർത്തി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും മടുപ്പാണ് അവിടെ ഡ്യൂട്ടി ചെയ്യാൻ. ചിലപ്പോൾ കറണ്ടും ഭക്ഷണമൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. രാജ്യസുരക്ഷ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട പണിയല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളിന്ന് 4 പേരാണ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. ഒരേ മെയ്യും മനസ്സുമായി ഞങ്ങളങ്ങനെ അവിടെ കഴിഞ്ഞു പോകും. ഞങ്ങൾക്കിടയിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അലർട്ടല്ലായിരുന്നു. ആഹാ, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായല്ലോ. സമരേ, സമരേ, നിന്റെ ഡ്യൂട്ടിയുടെ സമയമായി. എനിക്കൊന്ന് റെസ്റ്റൊക്കെ ചെയ്യണ്ടായോ? എഴുന്നേൽക്ക്. രജീഷേ, രാവിലെ തന്നെ ഒച്ചപ്പാടാണല്ലോ. അല്ല സാബ്, ഈ അമരേന്ദ്രൻ കൂടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി നോക്കാനൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒറ്റയ്ക്ക് ഡ്യൂട്ടി നോക്കി മടുത്ത്. അല്ലെങ്കിലും പകൽ സമയങ്ങളിൽ ഒറ്റയ്ക്ക് തന്നെയല്ലേ നിൽക്കാറ്? വെളുപ്പിന് തുടങ്ങി നിൽക്കണമല്ലേ സാറേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അമരീന്ദ്രൻ ഇല്ലാത്തതിൻ്റെ ഒരു സുഖക്കുറവുണ്ട്. ഓ, ഈ പട്ടിക്കാട് ഡ്യൂട്ടി നോക്കി മടുത്ത്. അമരേന്ദ്രൻ വൈകിട്ടെത്തും. അപ്പം ഈ മടിപ്പൊക്കെ തന്നെ പൊക്കോളൂ. ആ ശരിയാണ്ടില്ലേ, എന്താ സന്തോഷം.
ബൈജൻ, വെറുതെ എത്ര ദൂരം പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായി നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. അതിനല്ലടാ നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ടത്. ഒരുത്തൻ സൈന്യത്തിൽ ഒരുത്തനെങ്കിലും തീരണം. ഇന്ത്യക്കകത്ത് പല ഭാഗങ്ങളിലായി ചിതറക്കിടന്നിരുന്ന നമ്മളെ പാകിസ്ഥാൻ പരതിയെടുത്തത് ഈ കാട്ടിൽ വന്ന് വെറുതെ തിന്നും കുടിച്ചും കിടക്കാനല്ല, ഇന്ത്യക്കെതിരെ പൊരുതാനാണ്. അതിന്റെ പ്രതിഫലം നമ്മുടെ ജീവന്റെ വില നമ്മുടെ 10 തലമുറ സമ്പാദിക്കുന്നതിൽ അപ്പുറത്താണ്. തല പോകാതെ പണിയെടുത്ത ശിഷ്ടകാലം നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഒരു ഇന്ത്യക്കാരനായ ഞാൻ തീവ്രവാദിയായത് സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഞാൻ മരിച്ചാലും എൻ്റെ കുടുംബമെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നീയൊക്കെ എൻ്റെ കൂടെ ചേർന്നതും പണത്തിന് വേണ്ടി തന്നെയല്ലേ? ഇത് കുട്ടിക്കളിയല്ല. ഉത്തരവാദിത്തം മറന്നുപോകാതെ പ്രവർത്തിക്കണം. ഹമേഷ യാദ് രഖ്ന യഹി ബാത്. ആ ബൈജൻ, നമ്മുടെ കൂട്ടത്തിൽ ആരും അങ്ങനെയില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടത് നീയാണ്. നിന്റെ ഉത്തരവാദിത്തമാണ്. അല്ല സമീറെ, 2-3 ദിവസം ഒരു പോർട്ടർ വരുന്നില്ല. അവന് വരാൻ പറ്റത്തില്ല, വേറെ ആളെ പറഞ്ഞുവിടാൻ പറ. തന്നെ വെച്ച് കഴിച്ച് മടുത്ത്. അവന് പനിയാണെന്നല്ലേ പറഞ്ഞത്. ഏതായാലും 2 ദിവസം കൂടി നോക്കാം, എന്നിട്ട് പറയാം. അല്ല രജീഷേ, ഇന്നലത്തെ എന്റെ പരിപ്പ് കറി എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ പരിപ്പിന്റെ ഒന്നും പറയല്ലേ. പരിപ്പ് കഴിച്ച് മടുത്ത്. ആ എന്തായാലും അമരേന്ദ്ര വരുമല്ലോ. ആ, അവനിന്ന് എന്തായാലും വരുമായിരിക്കും. അവൻ വന്നിട്ട് വേണം പൊളിക്കാൻ. डेल्टा कंपनी का इलाका बिल्कुल सेफ है साहब. ओवर ओवर. ഓ, അമരേന്ദ്ര ഇങ്ങ് വേഗം ഇങ്ങ് വന്നാ മതിയായിരുന്നു. അമരേന്ദ്രൻ വരുമ്പോൾ 2 കുപ്പി കൊണ്ടുവരും. അതിൽ നിന്ന് 2 അടിക്കണം. അതിനാണ് എന്തിനാ രക്ഷപ്പെടുത്ത് ഉരുണ്ടളിക്കുന്നത്? ആ, 2 പേർക്ക് എന്നെ ആക്കലാന്നുള്ള പരിപാടി. ആ ആക്കിക്കോ. വെള്ളം വെച്ച് എന്തിനും ഉണ്ടാക്കാനോ? ഇവിടെ വിശന്ന് കുടലെറിഞ്ഞിട്ട് മണം വരും. അല്ല, ഇന്നും എനിക്കാന്ന് ഡ്യൂട്ടി. പിന്നല്ലാതെ യൂണിറ്റിലും അല്ല എന്നെ ഡ്യൂട്ടി വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഓ, ഇത് ചുമ്മാ വെറുപ്പായി. ചെല്ലേ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. അബ്ദു, നിന്റെ ആര്യത്തിട്ടാ നീ സങ്കടപ്പെട്ട് കിടക്കുന്നത്? 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഒരു തലവേദന, അത്രേ ഉള്ളൂ. അതൊന്നും അല്ല, നീ മാറി തുടങ്ങി. ദൗത്യം കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോ, അതുവരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഗൾഫിലും മരുഭൂമി കിടന്ന് മരിക്കാൻ നേരത്ത് പടച്ചം കൊണ്ടു തന്ന വഴിയത്. ഏൽപ്പിച്ച ആളുകളോട് നെറി കാണിക്കണം. ഞാൻ വന്നൊഴിയൊന്നും മറന്നിട്ടില്ല. വെറുതെ ലാവചനം പറയണ്ട. മറക്കാതിരുന്ന നിനക്ക് കൊള്ളാം. മിണ്ടിപ്പോരുത്. നിനക്കൊക്കെ ഇത് എന്തിന്റെ കേടറാ? പരസ്പരം കുറ്റപ്പെടുത്തി ഉള്ള ഐക്യമില്ലാതാക്കാനായിട്ട്. എടാ മക്ബൂലെ, നീ ഇത് കാണണടാ. യാസിർ ഭായ്, നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ കൂട്ടി എന്നെ പറഞ്ഞാൽ മതിയല്ല. പരസ്പരം തല്ലിച്ചാകാനായിരുന്നു. നീ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഓസടീക്ക ഹറാം കിയവളത്തെ. രജീഷേ, ഈ ഡ്യൂട്ടി ടൈമിൽ ഇങ്ങനെ വന്ന് നിൽക്കരുത്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെങ്കിൽ ഒരുപാട് വഴി ഉണ്ടാവുന്ന കയറും. അങ്ങനെ നീ നെഞ്ച് തുളയത്തല്ല സാറേ. പേടിച്ചുവല്ലോ അമരീന്ദ്രേ. നിനക്ക് വിളിച്ചിട്ടൊക്കെ വന്നാ പോരെ? അല്ല, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ. അമരീന്ദ്രനല്ലോ.
ഇതെന്നെ പറ്റി ഇവന്? രജീഷ് പോയി ഡ്യൂട്ടി വെക്കേ. ഇതെന്താ ഇന്നലെ പെട്ടെന്ന് ഒന്നും മിണ്ടാതെയും പറയത്തൊക്കെ? അളിയോ എന്തു പറ്റി? മുഖത്തൊരു സന്തോഷമില്ലായ്മ, എന്തു പറ്റി? രജീഷേ, അമരീന്ദ്രൻ റെസ്റ്റ് ചെയ്യ്. രജീഷ് പോയി ഡ്യൂട്ടി വെക്ക്. ഓക്കെ സാബ്. അടുത്ത 2-3 ദിവസത്തിനുള്ളില് പട്ടാളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഈ കാടിന്റെ ഉള്ളിലായിരിക്കും. ആ സമയം നോക്കി അടുത്തുള്ള പട്ടണത്തിൽ കയറണം. ബോംബ് വയ്ക്കണം. ചുരുങ്ങിയത് ഒരു 50 പേരെങ്കിലും ചാവണം. തലയൊന്നിന് 1 കോടി രൂപ. 100 തല ഒടുങ്ങിയ 100 കോടി രൂപ. കാര്യം കഴിഞ്ഞ ഉടനെ നേപ്പാൾ വഴി ദുബായിലേക്ക്. എല്ലാം ഒന്ന് ഒതുങ്ങി സ്വസ്ഥമായാൽ തിരിച്ച് നാട്ടിലേക്ക്. പക്ഷെ ബായ്, ആ. ഇനി അത്ര എളുപ്പമാണോ? എളുപ്പമാക്കണം. എന്ത് കാര്യവും ശ്രദ്ധയോടെ ചെയ്താൽ എളുപ്പമാകും. നമ്മൾ ഈ തൊഴിലാണ് ചെയ്യുന്നതെന്ന് നാട്ടിലാർക്കും അറിയില്ലല്ലോ. പിന്നെ ഇടയ്ക്കെങ്ങാനും വെടികൊണ്ട് ചത്ത എന്റെയും നിന്റെയും പോക്കറ്റിലുള്ള പാക്കൈഡി നമ്മുടെ വീട്ടുകാരെയും ബന്ധുക്കാരുടെയൊക്കെ മാനം കാത്തോളും. ആരും ഒന്നും അറിയാൻ പോലടാ. ബായ്, ആ ഇനിയും നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നത് ആപത്താണ്. ആ ഇവിടുന്ന് തെക്കോട്ടോ വടക്കോട്ടോ മാറി മറ്റൊരിടം തേടണം. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടായ നമ്മുടെ പദ്ധതികളെല്ലാം പാളും. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ പദ്ധതികളെല്ലാം നടക്കും. തൽക്കാലത്തേക്ക് മറ്റൊരിടം നോക്കണം നമുക്ക് ഇന്ന് തന്നെ. കാടുകളിൽ ബോംബ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് പട്ടണത്തിലേക്ക് കടന്നു. ഇരിക്കെ ഇനി നമുക്കിവിടെ താമസിക്കണ്ട. ആപത്താണ്. തൽക്കാലത്തേക്ക് മറ്റൊരിടത്തേക്ക് മാറണം. ഇന്നോ നാളെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ദിവസം. എല്ലാവരും സജ്ജരാകണം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഊണുറക്കം ഇല്ലാതെ ധൈര്യം ചോരാതെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കണം. ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ. ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ. ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ. സമീറെ, ഓ അമരീന്ദ്രൻ എവിടെ? അവൻ 2-ന് പോയതാണെന്ന് തോന്നുന്നു. അവൻ ഈ മുഖം വിധിപ്പിച്ച് നടക്കുന്നതിന്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? എനിക്കറിയില്ല, രജീഷിനോട് ചോദിക്കും. രജീഷല്ലേ അമരേന്ദ്രന്റെ ഹൃദയ സൂക്ഷിപ്പുകാരൻ. എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓ, ഇനിയിപ്പോ അവനെ പെണ്ണുവല്ല തേച്ചിട്ട് പോയെന്നുള്ള കാര്യം ആർക്കറിയാം? വൈകുന്നേരം ആവട്ടെ, 2 അടിച്ചതിന് ശേഷം അവനോട് ചോദിക്കാം എന്താ സംഭവിച്ചത്. ജാഫർ എവിടെ? ജാഫർ എവിടെ?
മക്ബൂലെ എന്താ സംഭവിച്ചേ? അറിയില്ല. 2-3 ദിവസമായിട്ട് ജാഫറിക്ക് ആകെ അസ്വസ്ഥനായിരുന്നു. എന്തിനാ? അറിയില്ല. എന്ത് ചോദിച്ചാലും വെറുതെ ചിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ, വെറുതെ അതും ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. അബ്ദു ഇവിടെ? അബ്ദു वलैकुस्सलाम वल रहमा वल बरका। शख्स में नस्द कायना का दिनधार। तय्यब तय्यब मार सलामा। അബ്ദു, നീ എന്താ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നേ? നമ്മുടെ മരണം അടുത്തും തോന്നണ്ടാ. ഗൾഫിൽ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ചെന്ന് പെടാൻ പാടില്ലാത്ത വഴികളെല്ലാം ചെന്ന് ചാടി ചെയ്യാൻ പാടില്ലാത്ത ഹറാം പറപ്പൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഇത് നിനക്ക് നേരത്തെ ആലോചിക്കത്തില്ലായിരുന്നോ? തന്ന ചോറിന് കൂറ് കാണിക്കുക, അല്ലെങ്കിൽ സ്വയം മരിക്കുക. ഇനി രക്ഷപ്പെടുന്ന അത്ര എളുപ്പമല്ല. എനിക്ക് എന്റെ ഉമ്മാനും ബാപ്പാനും കാണാൻ തോന്നുവാടാ. നീ എന്താ ഭ്രാന്ത് പറയണോ? ഈ പറഞ്ഞ നേരം കൊണ്ട് പട്ടാളം എത്തും. ആ കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും തീർത്തേക്കണം. എണീറ്റ് പണിയെടുക്കാൻ നോക്ക്. എന്നെ രക്ഷപ്പെടാൻ അനുവദിക്കോ? അൽഖ്വയ്ദ നിനക്ക് 6 മാസം ട്രെയിനിങ് തന്നത് ഇങ്ങനെ പേടിച്ചിരിക്കാനല്ല. എനിക്ക് പറ്റണില്ല മക്ബൂലെ. അൻവർക്ക് ഈ പറഞ്ഞതൊന്നും അറിയണ്ട. നിന്റെ തൊണ്ടക്കുഴിയിൽ ജീവൻ വേണമെങ്കിൽ എൻ്റെ കൂടെ വാ. നിന്റെ മനസ്സ് മാറാനുണ്ടായ കാരണം എന്താ അറിയില്ല. എന്തോ അക്കൗണ്ടിലേക്ക് കാശ് വന്നപ്പോ കാണിച്ചതിന്റെ പകുതി ഉത്സാഹമെങ്കിലും ഇപ്പൊ കാണിച്ചില്ലെങ്കിൽ പിന്നെ നിന്നോടൊന്നും ഒന്നും പറയാനില്ല. പറ്റിപ്പോയി. കടം കയറി മുടിഞ്ഞ കുടുംബത്തിന് നാണക്കേട് മാറ്റാൻ ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടില്ലേ? അന്നൊന്നും ആരും പണം തന്ന് സഹായിക്കാൻ ഇല്ലാത്ത സമയത്ത് ജ്ഞാന മണ്ടത്തരം. അന്നൊക്കെ നിന്റെ വാക്കിലും പ്രവൃത്തിയിലും ഞാൻ മയങ്ങിപ്പോയി. ഒന്നും വേണ്ടായിരുന്നോ? ഞാനാണോ നിന്നെ കൊണ്ടുപോയി ചാടിച്ചേ? കാശ് നിന്റെ ആവശ്യമായിരുന്നില്ലേ? കള്ളപ്പന്നി, എന്റെ കൂടെ വാ. പന്നി, നന്ദിയില്ലാത്തവനെ. അബ്ദു, നിന്നെ ഇവിടെ ഇട്ട് ഞാൻ കൊന്നാലും നമ്മുടെ കൂട്ടത്തിലുള്ള ആരും ഒന്നും ചോദിക്കില്ല. കാരണം അത് നിന്റെ ആറാമ്പരെ പറ്റിയാന്ന് എല്ലാരും വിചാരിക്കും. അവരെന്താ നീ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നേ? നീ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത് കാണുമ്പോണ്ടല്ലോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമാ. कुछ नहीं सर, कुछ नहीं। वो मानवी मुझे धोखा दिया सर, हो गया सर। നീ അവളെ കണ്ടോ? അവളുടെ കൂട്ടുകാരി പറഞ്ഞു സർ. ഓട്ടടാ, നീ ഇത്ര ലുക്കുള്ള പയ്യനല്ലേ? നിന്റെ കുറെ ഇഷ്ടം പോലെ സുന്ദരികളായ പെണ്ണുങ്ങൾ അവളോട് പോവാൻ പറ. അല്ലെങ്കിലും അവളെ കാണാൻ എന്തിനു കൊള്ളാം? അവളോട് പോവാൻ പറ. ബൈ, ഞാൻ സുന്ദരനാണോ ബൈ? നീ സുന്ദരനാണ്.
നീ ആ പന്ന പെണ്ണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കരഞ്ഞോടി. നീ കിടക്കും, നാളെ ഡ്യൂട്ടി ഉള്ളത്. സമീർ ഒറ്റയ്ക്കുള്ളൂ. ഡ്യൂട്ടി അബ്ദു, ഈ ഭാരിച്ച ഉത്തരവാദിത്തം മുഴുവൻ എന്റെ തലയിലാ. ഇതിന്റെ പ്രഷർ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കൂട്ടത്തിൽ ഒരാളെ തെന്നി മാറിയ പിന്നെ ചിലപ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എനിക്കറിയാം മക്ബൂലെ, അന്നൊന്നും ഓർക്കാതെ എടുത്തുകടി. ഇനി ഒരു തിരിച്ചു നോക്കാൻ സാധ്യമാണ്. പെട്ടില്ലടാ, ഇനി പെടയ്ക്കാതിരിക്കാൻ പറ്റുമോ? പെടരുത്, പെടാതിരിക്കാന്നോ? നമ്മളിവിടെ വെച്ച് കൊല്ലപ്പെട്ട തിരിച്ചറിയപ്പെടുമെന്നുള്ള ഭയമാണ് ഇപ്പൊ എന്നെ ഭരിക്കുന്നത്. അതുകൊണ്ട് ചെന്ന് ചാടിയ അബദ്ധങ്ങളെല്ലാം മറന്ന് കൃത്യനിർവഹണം നടത്തി നമുക്ക് ഇന്ത്യ വിടണം. ഒരു തെറ്റൊക്കെ ആർക്കും പറ്റുമോ അബ്ദു? കുടുംബത്തെ ഓർക്കുമ്പോഴാടാ ആകപ്പാട് തകർന്നു പോകുന്നത്. ജാഫർ സ്വയം നിറവേറ്റ ആത്മഹത്യ ഇതുപോലെ ഞാനും ആഗ്രഹിച്ച പലവട്ടം. ഇനി അവന്റെ കുടുംബം ഒരു തകർക്കും. ഇതൊക്കെ ആരോട് പറയാൻ? വാശിക്ക് ചെന്നാടി അബദ്ധം. ഈ കാടിന്റെ മുക്കും മൂലയും ഇപ്പൊ നമുക്കറിയാം. ചെയ്തു തീർക്കാനുള്ളത് ചെയ്തു തീർത്തിട്ട് നമുക്ക് രക്ഷപ്പെടണം. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂടാ? എന്ത് വിവരക്കാണ് നീ പറയുന്നേ? കുടുംബത്തെ ഓർത്തിട്ടല്ലേ നമ്മളൊക്കെ പെട്ടത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മരിച്ചാലും കുടുംബമെങ്കിലും കരകയറും. നമ്മൾ കഷ്ടപ്പെട്ട വഴികളൊക്കെ നീ ഓർക്കണില്ലേ അബ്ദു? മരിച്ച് ജീവിച്ച ദിനങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റൂടാ? അന്ന് അരകിയാതിന് ഇതിനെല്ലാം കാരണം. അബ്ദു, ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും നീ വാ. നമ്മളെല്ലാം ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്തിനു വന്നു, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. നമ്മളിൽ പല മതക്കാരും തരക്കാരും ദേശക്കാരും ഉണ്ട്. എന്നിട്ടും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത്യധികം ശോചനീയമായതുകൊണ്ടാണ്. നമ്മുടെ ഈ ദൗത്യം കഴിഞ്ഞാൽ പിന്നെ അൽ ഖൈദയുടേതായ ഒരിടപെടലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അവർ അവരുടെ ഒരാവശ്യത്തിന് നമുക്ക് പണം നൽകും. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് വിശ്വസ്തയോടെ കൃത്യതയോടെ അത് ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് പിരിയാം. എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളിപ്പോ ഈ കാട്ടിനകത്തേക്ക് കയറിയിരിക്കുന്നത് കുറച്ചു ദിവസത്തേക്കെങ്കിലും ഇന്ത്യൻ പട്ടാളത്തിന്റെ ശ്രദ്ധ ഈ കാട്ടിനുള്ളിലേക്ക് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും തീർച്ചയായിട്ടും അതുണ്ടാവും. ഇത്രയും ദിവസത്തെ വനവാസം കൊണ്ട് ഈ കാടിന്റെ എല്ലാ വശങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് പെട്രോളിങ്ങിന് വരുന്ന പട്ടാളക്കാരെ വകവരുത്തി ഇവിടെ നിന്ന് രക്ഷപ്പെടുക. പട്ടണത്തിലെ ദൗത്യം പൂർത്തീകരിക്കണം. ബൈ. ആ, ഞാൻ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഗൾഫിൽ നിന്ന് കാശ് വരുമായിരിക്കുമല്ലോ അല്ലേ? അതൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ ചെല്ലും. ഇത്ര ധൃതി എന്തിനാ? ഏജന്റ് പറ്റിച്ച് ഗൾഫിൽ മാസങ്ങളോളം തെണ്ടി തിരിഞ്ഞു നടന്നപ്പോ നിനക്ക് യാതൊരു പരാതി ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞുള്ളൂ. പരാതിയില്ല. അവിടുന്ന് നിവൃത്തിയുടെ എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞ. അതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. അബ്ദു അത് മനസ്സിലാക്കണം. ആരും ജീവനോടെ പിടികൊടുക്കരുത്. എനിക്ക് എത്രയേ പറയാനുള്ളൂ. പിടികൊടുത്താ പത്രമാധ്യമങ്ങൾ അത് കൊട്ടിഘോഷിക്കും. വേണ്ടപ്പെട്ടവർ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞേക്കാം. നമ്മൾ ആരും മരിക്കാൻ വന്നവരല്ല ഇവിടെ. എല്ലാവരെയും പോലെ നമുക്കും ജീവിക്കണം. രാജ്യദ്രോഹമാണ് ചെയ്യുന്നുള്ള കുറ്റബോധം ആർക്കും വേണ്ട. ഈ ഒരേ ഒരു കാര്യത്തിന് ഒറ്റ പ്രാവശ്യം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം. ഇക്കൂട്ടത്തിൽ ഇനി ഡേവിഡോ സഹദേവനോ ഒന്നുമില്ല. അത് ഓർമ്മ വേണം. ഇടയ്ക്കിടയ്ക്ക് പഴയ പേര് വിളിച്ച് ആരും ഒന്നും ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട. നിയമങ്ങൾ ആരും മറക്കണ്ട. ലക്ഷ്യം യുദ്ധമുഖം മാത്രം. വേഗം തന്നെ ബോംബുകളെല്ലാം കുഴിക്കകത്ത് വെക്കണം. അവർ വരുന്ന വഴികളെല്ലാം ഏകദേശം മനസ്സിലായി കഴിഞ്ഞില്ലേ ഇപ്പോ? മനസ്സിലായി ബായ്. എടാ, വെച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം പോയിന്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് എന്നെ കാണിക്കണം. യാത്ര നീ വേണത് ചെയ്യാൻ.
തീർച്ചയായും ഞാനത് ഭംഗിയായി ചെയ്തോളാം. बोलो तकबीर अल्लाहू अकबर बोलो तकबीर अल्लाहू अकबर बोलो तकबीर अल्लाहू अकबर ഈ 2-3 ദിവസങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പട്ടാളത്തിന്റെയോ മരണത്തിന്റെയോ മുമ്പിൽ തോൽക്കാൻ നിൽക്കരുത്. അങ്ങനെ തോക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ഇത്രയും പണിപ്പെട്ടത്. ഇത് പട്ടാളക്കാർ വരാൻ സാധ്യത കൂടുതലുള്ള ഒരു വഴിയാ. എടാ അബ്ദു, നിന്റെ ഈ പേടി അത്ര നല്ലതല്ല. അത് മരണം വിളിച്ചു വരുത്തും. ഏയ്, അബ്ദുവിനിപ്പോ പേടിയൊന്നുമില്ല. നമ്മളെക്കാളും ധൈര്യം. പോയത് പോട്ടെ, നമുക്ക് വേറെ നോക്കാം. എന്തായിരുന്നു ഇന്നലെ കരച്ചില്? അതെ, ഇനി അതിന്റെ പേരിൽ നീ കരയരുത്. അപരിന്ദർ സ്ട്രോങ്ങാ അല്ലേ അപരിന്ദർ? പോയത് പോട്ടെ. അല്ല പിന്നെ അവളുടെ പേര് പറഞ്ഞ് എനിക്കറിയില്ല സാർ. അതാണ് സ്പിരിറ്റ്. ഇറങ്ങാം സമീർ. ഓക്കെ സർ. ओ खालसा थोड़ा जल्दी आ जाए यार, ये हमें से पीछे ही चलते रहे. साहब रुको साहब. आ गया. ठीक है साहब, मुझे भी प्यास लग गया साहब, थोड़ा आराम करके चलता हूँ. ठीक है, थोड़ा आराम करके चलते हो भाई. ठीक है. पूरा पानी खत्म कर दिया, अभी तेरे पास पानी भी नहीं होगा. प्यास लग गया, क्या करूं? അമീറെ, നീ തന്നെ മിണ്ടായിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറയടാ. സമീർ അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, അയാൾക്ക് നമ്മളോടൊന്നും പറയാൻ കാണില്ല അല്ല സമീറെ? സാബ്, മോക്കിപ്പോ എങ്ങനെയുണ്ട്? അവളുടെ പനി മാറിയോ? ചേച്ചി വിളിച്ചായിരുന്നോ? വിളിച്ചാണ്, 2 ദിവസമായില്ലേ, റേഞ്ച് കിട്ടി കാണില്ല. കുറഞ്ഞു കാണും. पानी पी लो साहब.
कंट्रोल रूम डेल्टा 1 आंसरिंग सुनो सोनाजू की चेकल नजीक किसी आतंकवादी ने अपना देश फाड़ का प्रगुण डालकर उनकी आतंकवाद चलाने का कोशिश करने का इंफॉर्मेशन मिला है और एक पता करना पड़ता हम उसी इलाके में है जल्दी इस इलाके में सर्च करो जल्दी करो സാറേ നമ്മളെ ഇന്ന് അവന്മാരെ കിട്ടത്തൊന്നുമില്ല. അവന്മാർക്കും എങ്ങനെ നെറ്റ്വർക്കിങ്? ഇത്രയും നാളും പെട്രോളിങ്ങിന് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരുത്തന്നെ സാറ് കണ്ടു? ഇത് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്തിക്കാൻ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ ഉണ്ടെങ്കിലോ. വേഗം തയ്യാറാവ്. Hurry up. साहब जी थोड़ा धीरे धीरे चलो साहब, इधर कुछ है नहीं साहब, तुम मनुष्य मैंने कर दी. സാബിന് ഓർമ്മയുണ്ടോ, നമ്മുടെ അതിർത്തിയിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടുണ്ട്, നമുക്ക് അവിടെ ഒന്ന് സെർച്ച് ചെയ്താലോ? ഈ കാലാവസ്ഥയിൽ അവർക്ക് തങ്ങാൻ പറ്റിയ ഒരിടം അവിടെയാണ്. അവിടെ ഒന്ന് നോക്കിയാലോ? ഇതിൽ പക്ഷേ തീവ്രവാദികളുടെ സാന്നിധ്യമാകും. ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ച് നീങ്ങണം. ഓക്കെ. അവരോടൊന്ന് വിട്ടുപോയിട്ടുണ്ടാകും സാബ്, അല്ലെ പിന്നെ ഏതെങ്കിലും കാട്ടിലോ കുടിലോ എല്ലാം കാണും സാബ്. നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു, ഇതിനെ ഒന്നും പുറകെ പോയിട്ട് ഒരു കാര്യമില്ല സാബ്. എന്നാലും നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഹോട്ടൽ ബ്രാവോ, ഹോട്ടൽ ബ്രാവോ, ഓവർ. ഓക്കെ ഓവർ. സാബ്, ഞങ്ങളിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തീവ്രവാദികളുടെ സാന്നിധ്യം ഉണ്ടായിട്ട് തോന്നി. സാബ്, ഞങ്ങൾക്ക് കാടിനകത്തേക്ക് സെർച്ച് ചെയ്യാനുള്ള പെർമിഷൻ തരണം. സർ, സർ, ഓക്കെ സർ, കമോൺ. മൈനാകാൻ സാധ്യതയുണ്ട് സാബ്. Take the position. സാബ്, മൈനെ സാബ്. Sabir Ali, pass the message to the headquarters. Yes sir. होटल ब्रावो, होटल ब्रावो, होटल ब्रावो, ओवर. साहब, नेटवर्क प्रॉब्लम. രജീഷ്, ആ സാബ്. മനിക്കുന്ന ഭാഗം സ്പോട്ട് ചെയ്യ്.
എടാ ഈ മുഹമ്മദ് ഇക്ബാൽ എവിടെ പോയേ? അവര് കാട്ടി കയറിയ പിന്നെ വേട്ട തന്നെ പരിപാടി. അതുകൊണ്ട് ഭക്ഷണത്തിനൊരു കുറവില്ല. അതുകൊണ്ട് വിശപ്പിന് ആർക്കൊരു കുറവില്ല ഇവിടെ. ഇന്നോ നാളെയോ പട്ടാളം ഇറങ്ങും. കുഴിച്ചിട്ടിരിക്കുന്ന ബോംബുകളിൽ ചിലതെങ്കിലും പൊട്ടണം. കയ്യിലിരിക്കുന്ന വെടിയുണ്ടകളും പ്രയോജനപ്പെടുത്തണം. അബ്ദു എന്ത് പറയുന്നു? ഞാൻ ഓക്കെയാണ് ഭായി. കൃത്യനിർവഹണത്തിന് ശേഷം എല്ലാവരും ലാസ്റ്റ് പോയിന്റിൽ എത്തിച്ചേരുക. അവിടെ നിന്ന് പട്ടണത്തിലേക്ക്. ഓക്കേ? ഓക്കെ ഭായി. നിന്നോട് പറഞ്ഞല്ലേ ശ്രദ്ധിക്കണമെന്ന്. കഴുത എനിക്ക് ഇനി വിളിച്ചിട്ട് എന്തിനാ? വാ വാ. നീ അവരെ രക്ഷിക്കേ. ഞാനൊരു ഭേദപ്പെട്ട് കൊടുത്തോളാം. അമരീന്ദർ, അമരീന്ദർ, അമരീന്ദർ. നിങ്ങൾ രക്ഷപ്പെടാം. വെടിവെച്ച് കേട്ടില്ലേ? ചലോ ചലോ और देखे. സമീറെ
ചെന്ന് രജീഷിനെ സപ്പോർട്ട് ചെയ്യും. അയാൾ ഒറ്റയ്ക്കാണ്. എന്നെ നോക്കണ്ട, അയാൾ ഒറ്റയ്ക്കാ. പോ, ചെന്നിട്ട് വാ. ശരി സാർ. ശരി സാർ. इस धरती में पैर रखने वाला कोई आतंकवादी यहाँ से चिंता नहीं किया है. രജീഷ്, സാർ, അവർ രണ്ടാളും ഇനി തിരിച്ചു വരില്ല സാർ. സമീറിനൊപ്പൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? ഇല്ല സാർ. പക്ഷേ രജീഷ് പോകുന്നതിന് മുമ്പ് രണ്ടുപേരെ തീർത്തിട്ടാ പോയത്. അവർക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സമീറെ. വല്ലാതെ രക്തം വരുന്നുണ്ടല്ലോ സാർ. വെള്ളം വെള്ളം സമീറെ ഉണ്ടോ? സാർ, വെള്ളം സാർ, ബോട്ടിൽ വെള്ളമില്ല. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. ഇവിടെ എന്തായാലും വെള്ളം കിട്ടാതിരിക്കില്ല.
गया ना तू हाँ? इस जंगल का हर कोने कोने हमें जानकार है तुम लोगों से ज्यादा इतना दिनों का मेहनत बेकार नहीं किया ना हाँ? मुझे हिम्मत है तो मेरे पास आजा साले कुत्ते നീ വിളിച്ചില്ലേ ഇന്ത്യൻ പട്ടിയെന്ന് അതേടാ നിന്നെ പോലെയുള്ള മതവെറി പൂണ്ട നായ്ക്കൾക്കെതിരെ കാവൽ നിൽക്കുന്ന ചെന്നായ്ക്കൾ തന്നെയാടാ ഓരോ ഇന്ത്യൻ പട്ടാളക്കാരനും നീ മലയാളിയാണല്ലേ ഞാൻ കരുതി ഏതോ കാശ്മീരിക്ക് ഉണ്ടാവനായിരിക്കുമെന്ന് ഏതായാലും ഈ സാഹചര്യത്തിലും നിന്റെ ചുണ കൊള്ളാം ഏതൊരു പട്ടാളക്കാരനും അവന്റെ നാട് ഭാരതമാണ് പിറന്ന നാടിനെ ഒറ്റിക്കൊടുക്കുന്ന നീ ബാലതന്തയ്ക്ക് പിറന്നവനാകാതെ തരമില്ലല്ലോ നീ എന്തൊരു മണ്ടനാടാ ജീവശാസ്ത്രപരമായി ഒരാൾക്കല്ലടാ പിതൃത്വം അവകാശപ്പെടാനുള്ളത് അതൊന്നും അറിയില്ലല്ലേ വെറുതെ തോക്കും തൂക്കി ഇങ്ങനെ നടന്ന മാത്രം പോരാ ഹൈ! അവസാന നിമിഷത്തിൽ നിന്റെ ഈ ആവേശം കൊള്ളാം ഞാൻ എങ്ങനെ മരണപ്പെട്ടാലും എന്റെ നാട് ഒരു ധീര ജവാന് നൽകേണ്ട എല്ലാ ആദരവോടും കൂടി എന്നെ വാഴ്ത്തും എന്റെ മാതാപിതാക്കൾ എന്നെ ഓർത്ത് അഭിമാനിക്കും എന്നാൽ നിന്റെ മാതാപിതാക്കളോ നീ എന്ന മകനെ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തും മലയാളികൾക്ക് അപമാനമായി നാളത്തെ പത്രത്താളുകളിൽ നീ ഉണ്ടാകും നീ നിന്റെ കുടുംബത്തെ കുറിച്ച് മാത്രം ഓർത്താൽ ഇങ്ങനെ ഒരു വഴിയിൽ വന്നുപെടില്ലായിരുന്നു നാടിനെ തുലയ്ക്കാനുണ്ടായ ചെകുത്താൻ എന്റെ സ്വാധീനം നിനക്ക് ഊഹിക്കാൻ കഴിയാവുന്നതിലപ്പുറത്താടാ നിന്റെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്ന കളങ്കം മതത്തിന്റെ കറുപ്പാണ് നിന്റെ ചോര തെറിച്ചുടങ്ങി ഇവിടെ മുഴുവൻ കറുപ്പാകാൻ അധികം സമയമില്ലെന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു മുസ്ലിമാണോ അതെ അതിന് പടച്ച തമ്പുരാൻ നിനക്കൊരിക്കലും സ്വർഗം തരാൻ പോകുന്നില്ല നീ നിന്റെ കടമ മറന്നുപോയി അതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്യുന്നതാണോ കടമ പാവങ്ങളെ ദ്രോഹിക്കാൻ അള്ളാഹു എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പഠിച്ച ഖുറാനിലും എന്നെ പഠിപ്പിച്ച പണ്ഡിതന്മാരിൽ നിന്നും ഞാൻ അറിഞ്ഞ ഇസ്ലാം സ്നേഹവും സമാധാനവുമാണ് അതിന് ഇന്ത്യയിലുള്ള നീയൊക്കെ യഥാർത്ഥ മുസ്ലിങ്ങളാണോ അതല്ലാത്തോണ്ടല്ലടാ നീയൊക്കെ പമ്പര വിഡ്ഢിയായി പോയത് തീവ്രവാദം ഒരു മതമായി കൊണ്ടു നടക്കുന്ന നിന്നെ ഒന്നും ഒരു മുസൽമാനായി കാണാൻ എനിക്ക് സാധിക്കില്ല പടച്ച തമ്പുരാന്റെ മുന്നിൽ നിനക്കൊന്നും ഒരു സ്ഥാനവും കാണില്ല പടച്ച തമ്പുരാന്റെ മുന്നിൽ നിന്നേക്കാൾ 1000 മടങ്ങ് സ്ഥാനം എനിക്കുണ്ടാ സ്വർഗം വീരന്മാർക്കുള്ളതാണ് നീയൊന്നും സ്വർഗത്തിന്റെ പടിവാതിൽ പോലും കാണാൻ പോകുന്നില്ല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കാശിന് വേണ്ടി സ്വന്തം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നീയൊക്കെ നീതിയെന്നോ ധർമ്മമെന്നോ സ്വർഗമെന്നോ നരകമെന്നോ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മൂഢനാണ് നീ ആട്ടെ അങ്ങനെ തന്നെ ആകട്ടെ പൊട്ടിച്ചിതറാൻ നിൽക്കുന്ന നിന്നെ ഇനി കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഏറിപ്പോയാൽ കുറച്ച് നിമിഷങ്ങൾ മാത്രം അവസാനം വരെ നീ ഭയന്ന് വിറയ്ക്കണം വിറച്ച് നിശ്ചിതരണം ഞാൻ മരിച്ചാലും നിനക്ക് രക്ഷപ്പെടാനാവില്ല നിന്റെ മരണം അടുത്തു നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു ലക്ഷ്യം എന്തായിരുന്നു ഇത്രമാത്രം പറഞ്ഞ നിന്നെ ഞാൻ രക്ഷിക്കാം ആ ബോംബ് അവിടെ വെച്ചത് ഞാനാണ് അങ്ങനെ ഒരു രക്ഷ എനിക്ക് ആവശ്യമില്ല മരണത്തിന് മുന്നിൽ പോലും ഒരു പട്ടാളക്കാരനും ഭീരുവാകാറില്ല അങ്ങനെ ഒരു ചരിത്രം ഒരു ഇന്ത്യൻ പട്ടാളക്കാരനും ഉണ്ടാകില്ല ഛേ! അവന്റെ ഒരു രാജ്യസ്നേഹം ഫ! ഫ! നിന്റെ കാര്യം പടച്ചോൻ തന്നെ തീരുമാനിക്കട്ടെ
ഒരു തീവ്രവാദി മുന്നിൽ കണ്ടിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം വെടിവെക്കാതിരുന്നത്? അത് സമീറിന്റെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു. എന്റെ ജീവന് ആപത്ത് വരാൻ പാടില്ലെന്ന ചിന്തയാണ് അതിന് പ്രധാന കാരണം. കുഴി ബോംബിൽ ചവിട്ടു വന്ന് പെട്ടുപോയാൽ തോക്കിൻ കുഴൽ നിലത്തൂന്നി കാല് പറിക്കാതെ നിൽക്കണമെന്ന് ഒരിക്കൽ ക്യാബിനകത്ത് സമീർ പറയുമ്പോൾ ഞാനുൾപ്പെടെ എല്ലാവരും അവനെ കളിയാക്കി ചിരിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. പടച്ചോന്റെ വിധി എനിക്ക് അനുകൂലമാണെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ജീവനി കൊതിയുണ്ടെങ്കിൽ നീ വേഗം സറണ്ടർ ആവാൻ നോക്ക്. രഹസ്യങ്ങളെല്ലാം ചോർത്തിയിട്ട് കൊന്നു തള്ളാനല്ലേ?
പോയിട്ട് വരുന്ന വഴി കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. തീവ്രവാദികളുടെ ഒരാളെ ഏറ്റുമുട്ടലിൽ വധിക്കാൻ സാധിച്ചു. മാത്രമല്ല, കൊല്ലപ്പെട്ടവൻ ഒരു മലയാളിയാണ്. തീവ്രവാദികൾ ആരാണെങ്കിലും അവൻ കൊല്ലപ്പെടേണ്ടത് തന്നെയാ. സാർ, നമുക്ക് ഇവിടെ നിന്ന് എളുപ്പം രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ചുറ്റും ശത്രുക്കളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എനിക്ക് വേണ്ടി കാത്തുകണ്ടോ. രക്ഷപ്പെടാൻ നോക്കുക. ഇപ്പൊ സ്വയം രക്ഷപ്പെടുന്നതാ ഏറ്റവും ചെയ്തോ. അല്ലെങ്കിൽ തന്റെ ജീവിതം കൂടി അപകടത്തിലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ. നമ്മളിവിടെ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അതൊരുമിച്ചായിരിക്കും. ഞാൻ തീർത്ത ആവശ്യന നീ കൊടുങ്കാട്ടിലേക്ക് നമ്മുടെ സൈന്യത്തിലേക്ക് ഒരുപാട് സമയമെടുക്കും. സാർ, ഈ കാര്യം ഞാൻ എന്നോട് സംസാരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്താണ്. സാബിനും എനിക്കും ഒന്നും സംഭവിക്കില്ല. ഓക്കെ അല്ലേ സാർ? എനിക്ക് ഈ അവസ്ഥയിൽ ഒരു അടി പോലും നടക്കാൻ കഴിയില്ല. 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചോര വാർന്ന് ഞാൻ മരിക്കും. അതിൻ്റെ ഒപ്പം സമീറിന്റെ ജീവൻ കൂടി കളയാൻ ഞാൻ സമ്മതിക്കില്ല. സമീർ എന്നെ കുറിച്ചോർത്ത് ഭാരപ്പെടേണ്ട. സാബ് എന്നെ സങ്കടപ്പെടുത്തരുത്. കാടിനടുത്തേക്ക് നമ്മുടെ സേന വരാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നോട് ഞാൻ രക്ഷപ്പെടാൻ പറഞ്ഞു. ബോസ് നേരെ പോയി രക്ഷപ്പെടാൻ. മക്ബൂൽ, മറ്റുള്ളവരൊക്കെ എവിടെ? കാടിന്റെ 4 ഭാഗത്തായിട്ട് തെരച്ചിൽ നടത്തുന്നുണ്ടാവും. ഒരൊറ്റ പട്ടാളക്കാർ രക്ഷപ്പെടരുത്. ഇവിടെ കണ്ടിട്ട് എല്ലാവരും കൊല്ലപ്പെട്ടായി തോന്നില്ല അല്ലേ? 1-2 പേര് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പേടിക്കാനൊന്നുമില്ല. സാർ, ഇവിടെ സേഫാണ്. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ഞാൻ പോയിട്ട് വേഗം വരാം സാർ.
മക്ബൂലെ മക്ബൂലെ അൻവർക്ക അൻവർക്ക മക്ബൂലെ പിടിച്ചു കിടക്കുന്ന സാവിനെ കണ്ടപ്പോ ശരിക്കും ഞാൻ ഭയന്നുപോയി. ഈരുമായി തീർന്നപ്പോ തോന്നിയ ഒരു മണ്ടത്തരം. നമ്മുടെ സേനയെ സാബിന് വിശ്വാസമില്ലേ? തീർച്ചയായും. പിന്നെന്താ സാബിനൊരു ആത്മവിശ്വാസക്കുറവ് പോലെ? ചില സമയങ്ങളിൽ ആത്മവിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം? എന്റെ ശാരീരാവസ്ഥ തീർത്തും മോശം. നമ്മളെ അവർ കണ്ടെത്തുമ്പോഴേക്കും ഒരുപക്ഷെ ഞാൻ മരിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് സാബിന് വെറുതെ തോന്നുന്ന. സത്യത്തിൽ സാറിന്റെ ധൈര്യം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ സാറിങ്ങനെ പറഞ്ഞ ഞാൻ പതറിപ്പോ. സമയ ഞാനൊന്ന് ചോദിച്ചോട്ടെ?
എനിക്ക് രക്ഷപ്പെട്ടുകൊണ്ടിടോ. സാബിനെ തനിച്ചാക്കി ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. എനിക്ക് തീരെ വയ്യ സമീറെ. അതെനിക്കറിയാം. ശത്രുക്കൾ ഇനി വരും. വന്നോട്ടെ, പക്ഷെ അവസാന ശ്വാസം വരെ നമ്മൾ പോരാടും. ശരി, ഞാനൊന്നും പറയാനില്ല. സമീർ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സമർത്ഥനായ പട്ടാളക്കാരനാണ് നീ. ശത്രുവിന് വിട്ടുകൊടുക്കാതെ എന്നെ സംരക്ഷിക്കുന്ന നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താണ് സാർ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, ഒന്നുമില്ല. സത്യത്തിൽ നമ്മുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത്? ശത്രുക്കളുടെ അപ്രതീക്ഷിതമായ വെടിവെപ്പ് നമ്മുടെ സഹപ്രവർത്തകരെ തകർത്തുകയും അതോടൊപ്പം നമ്മുടെ സേനയെ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാകുകയും ചെയ്തു. ഒരു പട്ടാളക്കാരന്റെ ജീവിതത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? സ്വന്തം വീട്ടുകാരെ സുഹൃത്തുക്കളെയും വിട്ട് കാടും മലയും താണ്ടി വീടും പുഴയും കടന്ന് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു പട്ടാളക്കാരന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇവിടെ ഇങ്ങനെ ഒടുങ്ങിത്തീരും. അതെ, ആരും ഓർത്തില്ലെങ്കിലും സ്വന്തം നാടിന്റെ സുരക്ഷയ്ക്കായി പോരാടുന്നതിലുള്ള ഒരു ആത്മാഭിമാനം അതൊന്ന് വേറെ തന്നെയല്ലേ സാറേ? Safe, sir. Squadron boys. Selva, try to contact them. Sir. Hotel Bravo. Hotel Bravo. Hotel Bravo. அவரை காண்டாக்ட் பண்ண முடியல சாப். I'll try to contact them in mobile. സമീർ, ഫോണ്. മനാഫ് പട്ടേൽ സാർ. സമീർ സംസാരിക്കേ. ഹലോ 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 സാർ. ഹലോ 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 സാർ. സാർ, Network disconnected. Shit. Move, boys. Selva, move. Sir. Come on, boys.
ഫോൺ എൻ്റെ കയ്യിലുള്ള കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ ഫോൺ എവിടെയും നഷ്ടപ്പെട്ടു പോയി. വെടിവെപ്പ് നടന്നോടത്ത് ഫോണും ബാക്കിയിട്ട് നോക്കി മാത്രം കണ്ടില്ല. അത് ചതപ്പിലെവിടെയെങ്കിലും വീണാണ്. അതിന് സാരാക്കണ്ട. ഞാൻ പറഞ്ഞില്ല സാർ, നമ്മൾ രക്ഷപ്പെടുമെന്ന്. എല്ലാം നിന്റെ വെടുക്കാണ് സമീറേ. അതെന്റെ കടമയല്ലേ സാർ. ഹലോ സാർ. ഹലോ, ഐ എം ക്യാപ്റ്റൻ മന പട്ടേൽ. അജയ്, നിങ്ങൾ സേഫ് ആണോ? സാർ, ഞാൻ സമീർ അലിയാണ്. അജയ് കുമാർ സാറും ഞാനും സേഫാണ്. ഓ, താങ്ക് ഗോഡ്. വാട്ട് അബൌട്ട് അതേഴ്സ്? ബാക്കി രണ്ടുപേരും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു സാർ. ओह गॉड, हमको तुम्हारा लोकेशन मिल गया है और बटालियन इज ऑलरेडी इन द फॉरेस्ट. हम बहुत जल्दी उधर पहुंचेंगे. നിങ്ങൾ അവിടെ തന്നെ സേഫ് ആയിരിക്കും. ശരി സാർ. ആ, സമയം നമ്മുടെ ചുറ്റും ശത്രുക്കളുണ്ട്. ബട്ട് ഡോണ്ട് വറി, നമ്മുടെ സൈന്യം ഉടനെ അവരെ തുരത്തും. നമുക്ക് ഉടനെ കാണാം. ഓക്കെ? താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. We have lost our two brave soldiers. രണ്ട് ധീര ജവാന്മാർ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ സമീർ അലിയും അജയ് കുമാറും ഇപ്പോഴും ജീവനോടെ ഉണ്ട്. നമുക്ക് ഉടനെ അവിടെ എത്തണം. We are proceeding with the mission. Are you ready? But നമുക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. Be vigilant. Now move. നമ്മൾ കാത്തിരുന്നത് വെറുതെ ആയില്ല സാർ. സമീറിനെ പോലുള്ളവർ ഈ രാജ്യത്തിന്റെ പട്ടാളക്കാരനായതിൽ ശത്രുക്കളുടെ മുട്ടിടിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. എല്ലാം പടച്ചവന്റെ ഒരു കളിയില്ല സാർ. നമ്മൾ തീർന്നു എന്ന് ഞാൻ വിചാരിച്ചേ. അങ്ങനെയൊന്നും തീരില്ല സാർ. നമുക്കിനിയും രാജ്യത്തിന് വേണ്ടി ഒരുപാട് പോരാടാനുണ്ട് സാർ. പട്ടാളം ഇങ്ങെത്തിയ സാർ, നമുക്കിനിയൊന്നും പേടിക്കാനില്ല. കുറവുണ്ട് സാർ. നമ്മൾ ഒരുമിച്ച് പോകാന്നല്ലടാ പറഞ്ഞത്. നീ ഇല്ലാണ്ടെങ്ങനെയാണ് ഒറ്റയ്ക്ക് ഞാൻ പോകുന്നത്? നമ്മൾ ഒരുമിച്ച് പോകുന്ന നീയല്ലടാ പറഞ്ഞത്. നമ്മുടെ സൈന്യം നോക്കടാ, അന്നും എനിക്ക് സമീറ നീ പറഞ്ഞ പോലെ നമ്മുടെ സൈന്യം നമ്മുടെ അടുത്ത് എത്തി. Hotel Bravo. We have lost our 3 soldiers. Rajesh, Amarendra and Samir Ali. All the militants are killed in the firing.
ഇന്ത്യക്കാരന്റെ ഹൃദയത്തിൽ ഒരു മന്ത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഭാരത് മാതാ കി ജയ്.